Okay, yes, welcome to another race weekend in Formula One. It's time for British Grand Prix and welcome to the Silverstone. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഫോർമുല വണ്ണിൻ്റെ ഹോമാണ് സിൽവർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് 1950 ഫസ്റ്റ് റേസ് നടന്നത് സിൽവർ സ്റ്റോണിലാണ്. എല്ലാ മേജർ സ്പോർട്സിൻ്റെയും ഹോമാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വെംബ്ലി ഉണ്ട്, ക്രിക്കറ്റ് നോക്കുകയാണെങ്കിൽ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇപ്പോൾ ഫോർമുല വൺ ആണെങ്കിൽ സിൽവർ സ്റ്റോൺ. അതുമാത്രമല്ല എല്ലാ ഫോർമുല വൺ ടീംസിൻ്റെയും ബേസ് ഇംഗ്ലണ്ടിലാണ്. അതായത് മിക്ക ടീമുകളും പല രാജ്യത്ത് ഒറിജിനായിട്ടുള്ള പേരന്റ് കമ്പനിയിൽ നിന്നായിരിക്കും, പക്ഷേ അവരുടെ എല്ലാ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസും ഇന്റേണൽ ഫെസിലിറ്റീസും എല്ലാം ഉള്ളത് ഇംഗ്ലണ്ടിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ ടീംസിന്റെയും ഹോം സർക്യൂട്ടാണ് സിൽവർ സ്റ്റോണിലുള്ളത്. പിന്നെ ഫോർമുല വൺ ലെജൻഡ് ആയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ, നിലവിലെ ചാമ്പ്യനായിട്ടുള്ള ലാൻഡോ നോറിസ്, ഒലിവർ ബെയർമാൻ തുടങ്ങി മിക്ക ഫോർമുല വൺ ഡ്രൈവേഴ്സിന്റെയും ഹോം സർക്യൂട്ടാണ് സിൽവർ സ്റ്റോണിലുള്ളത്. പിന്നെ സിൽവർ സ്റ്റോൺ സർക്യൂട്ട് ഒത്തിരി ഐക്കോണിക് മൊമെന്റ്സ് നടന്നിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ കോർണേഴ്സിനും ഓരോ ഐക്കോണിക് ആയിട്ടുള്ള മൊമെന്റ്സിന്റെ പേര് തന്നെയാണ് ഓരോ കോർണേഴ്സിനെ അറിയപ്പെടുന്നത്. അതുമാത്രമല്ല സിൽവർ സ്റ്റോൺ സർക്യൂട്ട് വളരെ ഹൈ സ്പീഡ് സർക്യൂട്ടാണ്. ഒരു 250 km/h എബവ് സ്പീഡിലായിരിക്കും മിക്ക കാറുകളും ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല കുറെ ഹിസ്റ്റോറിക് ഇവന്റ്സ് നടന്നിട്ടുള്ള ഒരു സർക്യൂട്ടാണ് സിൽവർ സ്റ്റോൺ സർക്യൂട്ട്. പിന്നെ സിൽവർ സ്റ്റോൺ സർക്യൂട്ടിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇനിഷ്യലി ഒരു എയർഫോഴ്സ് ബേസ് ആയിരുന്നു. അപ്പം നമ്മളൊരു ഹെലികോപ്റ്റർ വ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവിടെ റൺവേയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെയാണ് അതിനെ നവീകരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മോട്ടോർ സ്പോർട്സ് സർക്യൂട്ടായിട്ട് അതിനെ കൺവേർട്ട് ചെയ്തത്. പിന്നെ സിൽവർ സ്റ്റോൺ സർക്യൂട്ടിൽ ഏറ്റവും വലിയ ലാപ്പ് റെക്കോർഡ് ഉള്ളത് മാക്സ് വെർസ്റ്റാപ്പിന്റെ പേരിലാണ്. 2020 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ 1 മിനിറ്റ് 27 സെക്കൻഡ് കൊണ്ട് ഒരു ലാപ്പ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നിലവിലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി വിന്നർ മെക്ലാരന്റെ ലാൻഡോ നോറിസ് ആണ്. സിൽവർ സ്റ്റോൺ സർക്യൂട്ടിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5.891 കിലോമീറ്റേഴ്സ് ആണ്. അതേപോലെ റേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 306.198 കിലോമീറ്റേഴ്സ് ആണ്, അതായത് 52 ലാപ്സ്. അതുപോലെ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിയിൽ ഏറ്റവും കൂടുതൽ തവണ വിൻ ചെയ്തിരിക്കുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്, 9 തവണ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ടേഴ്സ് ചാമ്പ്യൻഷിപ്പ് ഉള്ളത് ഫെറാറിക്കാണ്, 18 തവണ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, ആരായിരിക്കും ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രി വിൻ ചെയ്യുന്നത്?